ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ചിറക്കലിലെ വളരെ ഫേമസ് ക്ഷേത്രമായ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലാണ്. നമ്മളിൽ പലരും കൃഷ്ണഗാനങ്ങളെ സ്നേഹപൂർവ്വം സ്നേഹിക്കുന്നു. എന്നാൽ ചെറുശ്ശേരി പ്രശസ്തമായ കൃഷ്ണഗതം എഴുതിയ സ്ഥലം ചുരുക്കം ചിലർക്ക് മാത്രമേ പരിചയമുള്ളൂ. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നതാണ് അതിൻ്റെ ഉത്തരം. കൃഷ്ണഗാഥയ്ക്ക് ഏകദേശം 500 വർഷം പഴക്കമുണ്ട്. ഈ മഹത്തായ കൃതിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കോലത്തിരിയും ചെറുശ്ശേരിയും തമ്മിൽ കളിച്ചിരുന്ന ഒരു ചെസ് കളിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭർത്താവിനെ സഹായിക്കാൻ രാജ്ഞി തൻ്റെ മകനെ ഉറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു താരാട്ടിൻ്റെ രൂപത്തിൽ രാജാവിന് സൂചനകൾ നൽകി. താരാട്ടിലൂടെ രാജ്ഞി പണയം വയ്ക്കാൻ സൂചനകൾ നൽകി. കളി ജയിക്കാൻ രാജാവ് അങ്ങനെ ചെയ്തു. കളി പൂർത്തിയായ ഉടൻ രാജ്ഞി പാടിയ അതേ താളത്തിൽ കൃഷ്ണനെ സ്തുതിക്കുന്ന കവിതകൾ എഴുതാൻ അദ്ദേഹം ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിൽ ആണ് കൃഷ്ണഗാഥ എഴുതിയത്. ഉദയമംഗലം രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നീട് ചിറക്കൽ രാജകുടുംബത്തിൻ്റെ കീഴിലായി. പ്രധാന വാതിലിന് മുന്നിൽ ചെറുശ്ശേരി നമ്പൂതിരിയുടെ ഒരു വലിയ എണ്ണച്ചായചിത്രം ഉണ്ട്. ജന്മികളുടെ ആ പുരാതന കാലഘട്ടത്തിലും താഴ്ന്ന വർഗ്ഗക്കാരുടെ കലാപങ്ങളിലും കേരള ചരിത്രത്തിലെ ചില അധ്യായങ്ങൾ മതിലകം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. AKGയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ ജന്മികൾ ക്ഷേത്രത്തിലേക്ക് അരി കൊണ്ടുപോകുന്നത് തടഞ്ഞു. സമരം വിജയിച്ചു. പിന്നീട് ചിറക്കൽ രാജാവ് അവരുടെ അവകാശവാദങ്ങൾ അംഗീകരിച്ചു. അരി ദരിദ്രരുടേതാണെന്നും അത് ദാനധർമ്മത്തിനായി നീക്കിവയ്ക്കണമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഭക്തർക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു. ഊട്ടുപുരയിൽ ഒരേ സമയം 1200 പേർക്ക് ഭക്ഷണം കഴിക്കാം.